നമസ്കാരം. 24 റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. പുതിയ പോലീസ് മേധാവിയായി പരിഗണിക്കുന്നവരിൽ ADGP MR അജിത് കുമാറും തൃശൂർ പൂരം കലക്കൽ വിവാദത്തിലും അനധികൃത സ്വത്ത് സമ്പാദന കേസിലും ആരോപണ വിധേയനായ MR അജിത് കുമാർ ഉൾപ്പെടെ 6 ഉദ്യോഗസ്ഥരുടെ പട്ടിക സംസ്ഥാനം കേന്ദ്രത്തിന് അയച്ചിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിന്റെ പേരും പട്ടികയിലുണ്ട്. ശ്രീകാന്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുക. ശ്രീകാന്ത്, MR അജിത് കുമാറിന്റെ പേര് ഈ പട്ടികയിൽ ഉൾപ്പെട്ടതൊരു സാധാരണ നടപടിക്രമമായി മാത്രം കണ്ടാൽ മതിയോ? ഒപ്പം മറ്റ് പേരുകൾ ആരുടെയൊക്കെയാണ്? മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പട്ടിക ഈ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുമ്പോൾ സീനിയോറിറ്റി കണക്കിലെടുത്ത് എല്ലാവരുടെയും പേരുകൾ അയക്കാറുണ്ട്. അത്തരത്തിലാണ് MR അജിത് കുമാറിന്റെയും പേര് പോയിട്ടുള്ളത്. MR അജിത് കുമാർ ഉൾപ്പെടെ മുതിർന്ന 6 ഉദ്യോഗസ്ഥരുടെ പട്ടിക പോലീസ് മേധാവി സ്ഥാനത്തേക്ക് ഇപ്പോൾ അയച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാൾ പട്ടികയിലെ ഏറ്റവും സീനിയറാണ്. വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത, ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം, SPG അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിത്, ബറ്റാലിയൻ ADGP MR അജിത് കുമാർ, ഇന്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ രവാഡ ചന്ദ്രശേഖർ, ഇത്രയും പേരാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ADGP MR അജിത് കുമാറിന്റെ പേര് പട്ടികയിൽ വന്നത് വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ വിമർശനത്തിന് ഒരുപക്ഷെ കാരണമായേക്കും. ഒപ്പം തന്നെ LDFൽ CPI ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. ശരി, വിവരങ്ങൾ നൽകിയത് ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന്. ഇടുക്കി ജില്ലയിലെ ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ നടപടി സ്വീകരിച്ച റവന്യൂ വകുപ്പ്. സബ് കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 4 പട്ടയങ്ങൾ റദ്ദാക്കി. അനധികൃതമായി കയ്യേറിയ 13.79 ഏക്കർ ഭൂമി സർക്കാരിലേക്ക് തിരിച്ചുപിടിച്ചു. കയ്യേറ്റക്കാർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാൻ മന്ത്രി K രാജൻ നിർദ്ദേശം നൽകി. ഇടുക്കി ജില്ലയിലെ ബൈസൺവാലി വില്ലേജിലെ ചൊക്രമുടിയിൽ വ്യാപക കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടക്കുന്ന വിവരം 2024 ഒക്ടോബറിലാണ് പുറത്തുവന്നത്. മാധ്യമവാർത്തകളെ തുടർന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. കയ്യേറ്റമൊഴിപ്പിക്കൽ തടയാനും നടപടി ഒഴിവാക്കാനും ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായി. സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് നടന്ന അന്വേഷണത്തിൽ വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് അനധികൃതമായി ഭൂമി കയ്യേറ്റം നടന്നതായി സ്ഥിരീകരിച്ചു. സബ് കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 4 പട്ടയങ്ങൾ റദ്ദാക്കിയത്. അനധികൃതമായി കയ്യേറിയ 13.79 ഏക്കർ ഭൂമി സർക്കാരിലേക്ക് തിരിച്ചുപിടിച്ചു. റദ്ദാക്കിയ പട്ടയങ്ങൾ 4ഉം ദേവികുളം താലൂക്കിലെ ബൈസൺവാലി വില്ലേജിൽ ഉൾപ്പെടുന്നതാണ്. 1964 കേരള ഭൂപതിവ് ചട്ടം പ്രകാരമാണ് നടപടി. കയ്യേറ്റക്കാർക്കെതിരെ കൃത്രിമരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാനും ഉത്തരവുണ്ട്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ SFI KSU പ്രവർത്തകർ ഉൾപ്പെടെ 3 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. അറസ്റ്റിലായ ആകാശ് എന്ന വിദ്യാർത്ഥിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കോളേജ് ഹോസ്റ്റലിൽ 7 മണിക്കൂർ നീണ്ട പോലീസ് പരിശോധനയിൽ 2 കിലോയോളം കഞ്ചാവും ത്രാസും ഉൾപ്പെടെ പിടികൂടിയിരുന്നു. ഹോളി ആഘോഷത്തിനായാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. കളമശ്ശേരി രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹോസ്റ്റലിലെ പോലീസ് പരിശോധന. 7 മണിക്കൂർ നീണ്ട പരിശോധനയിൽ KSU പ്രവർത്തകരായ ആകാശ്, ആദിൽ എന്നീ വിദ്യാർത്ഥികളുടെ മുറിയിൽ നിന്ന് പിടിച്ചെടുത്തത് 2 കിലോയോളം കഞ്ചാവും ഇലക്ട്രിക് ത്രാസും. പരിശോധനയ്ക്കിടെ ആദിൽ ഓടി രക്ഷപ്പെട്ടു. ആകാശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. SFI യൂണിയൻ ജനറൽ സെക്രട്ടറിയായ അഭിരാജിന്റെ മുറിയിൽ നിന്ന് ലഭിച്ചത് ചെറു പാക്കറ്റുകളിലാക്കി സൂക്ഷിച്ച 9 ഗ്രാം കഞ്ചാവാണ്. കഞ്ചാവ് വലിക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ കുപ്പിയും കണ്ടെടുത്തു. കഞ്ചാവ് അളവിൽ കുറവായതിനാൽ അഭിരാജ്, ആദിത്യൻ എന്നീ വിദ്യാർത്ഥികൾക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു. ആകാശിനെ റിമാൻഡ് ചെയ്തു. കൂടുതൽ പേരുടെ ഇൻവോൾവ്മെന്റ് ആണ് നമുക്ക് പരിശോധിക്കേണ്ടതുള്ളത്. നിലവിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന അവർ കൃത്യമായും ഇതിനകത്ത് ഉൾപ്പെട്ടവർ തന്നെയാണ്. അത് കൃത്യതയോടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഹോളി ആഘോഷത്തിന് വേണ്ടി വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യാൻ കഞ്ചാവ് എത്തിച്ചതായാണ് വിലയിരുത്തൽ. പിടിച്ച വിദ്യാർത്ഥികളെ സ്വാഭാവികമായിട്ടും അക്കാഡമിക് കൗൺസിൽ വഴി നമ്മളെ അവരെ പഠനത്തിന് തൽക്കാലം ഇപ്പോൾ ഫൈനൽ ഇയർ കുട്ടികളാണ്. അത് ഇന്നിപ്പോൾ തീരുമാനിക്കണം. അപ്പോൾ കൗൺസിൽ കൂടി തീരുമാനിച്ച്, കൗൺസിലിൽ നിന്ന് കൂടുമല്ലോ, കൗൺസിൽ കൂടി തീരുമാനിച്ച് നടപടി സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കഴിഞ്ഞ ഒരാഴ്ചയായി കോളേജിലും ഹോസ്റ്റലിലുമായി വ്യാപക പിരിവ് നടന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആര് കഞ്ചാവ് കൈമാറി എന്നതിലാണ് അന്വേഷണം. 24, കൊച്ചി.
കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പ്രാദേശിക നേതൃത്വത്തിന്റെ വാദം തള്ളി എസ്എഫ്ഐ സംസ്ഥാന നേതൃത്വം. പോലീസ് കേസെടുത്ത അഭിരാജിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും വിഷയത്തിൽ ജാഗ്രതക്കുറവുണ്ടായെന്നും എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. കേസിൽ KSU പ്രവർത്തകർ ഉണ്ടെങ്കിൽ സംരക്ഷിക്കില്ല എന്നും KSU നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. 2 നിലകളുള്ള ഹോസ്റ്റലിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ മുറിയിൽ നിന്നും 1-ാം നിലയിലെ മുറിയിൽ നിന്നുമായാണ് കഞ്ചാവ് പിടിച്ചെടുത്തതെന്ന് പോലീസ് പറയുന്നു. ഇതിൽ താഴത്തെ നിലയിലുള്ള മുറി KSU പ്രവർത്തകരുടേതും 1-ാം നിലയിലെ മുറി SFI പ്രവർത്തകരുടേതുമാണ്. എല്ലാവരും താമസിക്കുന്ന മുറി തന്നെയാണ് അത്. ആ മുറിയിൽ ആരാണ് അവർക്ക് താമസിക്കുന്നത്? ഓരോ വിദ്യാർത്ഥികൾക്ക് ഒരു മുറി ഉണ്ടല്ലോ. എന്നാൽ കഞ്ചാവ് പിടികൂടിയതിൽ ഒരു പങ്കുമില്ലെന്നാണ് പ്രാദേശിക SFI KSU നേതാക്കളുടെ വാദം. അഭിരാജുമായി ബന്ധപ്പെട്ട് ആ പയ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആ പയ്യനെ ഇതിന്റെ അകത്ത് പെടുത്തിയതാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. ആകാശ് ഒരിക്കലും ഇത് ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. ഇതിൽ എന്തോ ആരെയും പെടുത്തിയതാണോ എന്തോ കാര്യമൊന്നും അറിയത്തില്ല. SFI പ്രാദേശിക നേതൃത്വത്തിന്റെ വാദം സംസ്ഥാന നേതൃത്വം തള്ളി. ജാഗ്രതക്കുറവുണ്ടായെന്നും അഭിരാജിനെതിരെ നടപടിയെടുക്കുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. പക്ഷെ അതിൽ ഞങ്ങൾ കാണുന്ന ഒരു ജാഗ്രത കുറവുണ്ട്. ആ ജാഗ്രത കുറവെന്ന് പറയുന്നത് ആ റൂമിൽ നിന്നാണ് ഇത് പിടിച്ചത്. പോലീസ് ഉൾപ്പെടെ അത് സ്ഥിരീകരിച്ചു. കേസിൽ KSU നേതാക്കൾക്ക് പങ്കില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വാദം. കുറ്റക്കാരുണ്ടെങ്കിൽ സംരക്ഷിക്കില്ലെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. KSUമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ രീതിയിലേക്കുള്ള ശിക്ഷ അവർക്ക് ഉറപ്പുവരുത്തുക. സംഭവത്തിൽ പോളിടെക്നിക് പ്രിൻസിപ്പലിനെ ABVP പ്രവർത്തകർ ഉപരോധിച്ചു. കൊച്ചി. സംഘടന ഏതാണെങ്കിലും ലഹരിയെ ഉരുക്കുമുഷ്ടിയോടെ നേരിടുമെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ്. കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് വേട്ടയിലാണ് പ്രതികരണം. ലഹരിമരുന്ന് മാഫിയയുടെ കണ്ണിയായി SFI മാറുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഈ മയക്കുമരുന്ന് കണ്ണികൾ തകർക്കുന്നതിനും ഈ ശക്തികളെ അടിച്ചമർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പോലീസും എക്സൈസും ഏകോപിതമായ രീതിയിൽ നടത്തുന്നത്. ധാരാളം കേസുകൾ പിടിച്ചിട്ടുണ്ട്, ധാരാളം മയക്കുമരുന്ന് കണ്ടെടുത്തിട്ടുണ്ട്, അനേകം പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. ഒരു ദയാദാക്ഷിണ്യവും അക്കാര്യത്തിലുണ്ടാവില്ല. വിദ്യാർത്ഥികൾക്കിടയിലുണ്ടാകുന്ന അരാജക പ്രവണത അത് ചിലപ്പോൾ ചില സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരിലും ഉണ്ടാവാമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് സംഘടനയിലെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളവരുണ്ടോ, ഏതെങ്കിലും കൊടി പിടിച്ചിട്ടുള്ളവരുണ്ടോ എന്നതൊന്നും വിഷയമല്ല. ഒരു തരത്തിലുമുള്ള ഇളവും ഉണ്ടാവില്ല. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഇത്തരം ശക്തികളെ അമർച്ച ചെയ്യുക തന്നെ ചെയ്യും. കളമശ്ശേരി പോളിടെക്നിക്കിൽ പരിശോധന നടത്തിയപ്പോൾ അതിൽ യൂണിയൻ ഭാരവാഹികളെ SFI നേതാക്കളും അടക്കമുള്ള ആളുകളാണ് അതിൻ്റെ അകത്ത് പെട്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഹോസ്റ്റലുകളിൽ, കോളേജുകളിൽ ലഹരി മരുന്ന് വിപണനത്തിന്റെ കണ്ണിയായി SFI മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പൂക്കോട് സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു സംഘം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആർക്കറിയില്ലാത്തത്? അതിൽ SFI നേതാക്കളുണ്ട്. ഹോസ്റ്റലിലൊക്കെ ഇല്ലാത്ത ആളുകൾ അവിടെ പഠിച്ചു പോയവരും അവിടെ ക്യാമ്പ് ചെയ്യാണ്. മയക്കുമരുന്നിന് കാശ് ചോദിച്ചില്ലെങ്കിൽ കുട്ടികളെ റാഗ് ചെയ്യാണ്. ഗുണ്ടാ നേതാവ് മരട് അനീഷിനൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവച്ച് KSU ജില്ലാ പ്രസിഡന്റ്. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. സൂരജ് സജി ചേരുകയാണ് തൃശൂരിൽ നിന്നും. സൂരജ്, ഏത് സാഹചര്യത്തിലാണ് ഗോകുൽ ഇങ്ങനൊരു ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത്? എന്താണ് ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? പ്രവിത, ഈ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് ഗുണ്ടാ നേതാവായിട്ടുള്ള മരട് അനീഷിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഡീസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ KSUവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഗോകുൽ ഗുരുവായൂർ ജയിലിലാകുന്നത്. ആഴ്ചകളോളം ഈ ജയിൽവാസം കഴിഞ്ഞ് ഗോകുൽ ഗുരുവായൂർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. അതിനുശേഷമാണ് ഇന്ന് ഇത്തരത്തിൽ ഗോകുൽ ഗുരുവായൂർ ഈ മരട് അനീഷിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. ഈ SFI പ്രവർത്തകർ ഗോകുൽ ഗുരുവായൂരിനെ ആക്രമിച്ചേക്കും എന്ന പോലീസിന്റെ അടക്കമുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഗോകുൽ ഗുരുവായൂർ ഇപ്പോൾ ഈ ഗുണ്ടാ നേതാവിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. ഒരുപക്ഷെ SFI പ്രവർത്തകരോടും SFI നേതാക്കളോടുമുള്ള വെല്ലുവിളിയായിട്ടായിരിക്കാം ഈ ചിത്രം പങ്കുവച്ചതെന്നുള്ളതാണ് ഈ ഇടത് ക്യാമ്പ് വിലയിരുത്തുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ ഈ പോസ്റ്റ് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളത്തെ വലിയ ഗുണ്ടാ നേതാവായിട്ടുള്ള മരട് അനീഷിനൊപ്പമുള്ള ചിത്രമാണ് ഇപ്പോൾ തൃശൂരിലെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഗോകുൽ ഗുരുവായൂർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന പ്രവിധ. സൂരജ്, എപ്പോഴാണ് ഈ ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത്? ഇതേക്കുറിച്ച് എന്താണ് ഗോകുലിന്റെ പ്രതികരണം തേടിയിരുന്നോ?
ഗോകുലുമായി ഇത് ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നെങ്കിൽ പോലും ഗോകുൽ നിലവിൽ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു ചികിത്സയിലാണുള്ളത്. ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സകൾക്കായിട്ട് എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഗോകുൽ ഗുരുവായൂരിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള ഈ വിശദീകരണം തേടിയെങ്കിൽ പോലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലാണ് ഈ ഫോട്ടോ പങ്കുവച്ചതെന്ന് സംബന്ധിച്ചുള്ള ഗോകുലിന്റെ പ്രതികരണം നമുക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. പക്ഷേ SFI പ്രവർത്തകരെ സംബന്ധിച്ച് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ ഒരു ഗുണ്ടാ നേതാവിനൊപ്പം ഇത്തരത്തിൽ ചിത്രം പങ്കുവച്ചതിന് പിന്നിൽ ഈ ഗുണ്ടാ ബന്ധമാണ് പുറത്തു വരുന്നതെന്നുള്ളതാണ് SFI പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ പ്രതിഷേധം അത് SFI ഉയർത്തുന്നുമുണ്ട്. കാരണം ഡിസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI പ്രവർത്തകരെ മർദ്ദിച്ചതിലെ മുഖ്യപ്രതിയാണ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഗോകുൽ ഗുരുവായൂർ. അന്ന് വലിയ ആക്ഷേപം SFI ഈ ഗോകുൽ ഗുരുവായൂരിനെതിരെ ഉയർത്തുകയും ചെയ്തു. അതിനുശേഷം ഈ കേസിൽ പുറത്തിറങ്ങിയതിനു ശേഷം പ്രമാദമായിട്ടുള്ള ഒരു ഗുണ്ടാ നേതാവിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചതിന് പിന്നിൽ ഈ ഗുണ്ടാ ബന്ധമാണ് വെളിവാകുന്നതെന്നുള്ളതാണ് SFI ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ KSU കേന്ദ്രങ്ങളാകട്ടെ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടുമില്ല. പ്രവിത. ശരി, സൂരജ് സജിയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഗുണ്ടാ നേതാവ് മരട് അനീഷിനൊപ്പം നിൽക്കുന്ന ചിത്രമാണിപ്പോൾ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ പങ്കുവച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് സൂരജ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ലഹരി മരുന്നു കേസിൽ 2 ടാൻസാനിയൻ വിദ്യാർത്ഥികൾ കേരള പോലീസിന്റെ പിടിയിൽ. പഞ്ചാബിലെത്തിയാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നോയിഡയിലെ MDMA നിർമ്മാണ യൂണിറ്റുകളുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് പ്രതികളെന്ന് കോഴിക്കോട് DCP അരുൺ K. പവിത്രൻ പറഞ്ഞു. ജനുവരി 21-ന് 221 ഗ്രാം MDMA പിടികൂടിയ കേസിൽ നടത്തിയ അന്വേഷണമാണ് മയക്കുമരുന്നിന്റെ അന്താരാഷ്ട്ര ബന്ധം പുറത്തു കൊണ്ടുവന്നത്. കോഴിക്കോട് ആദ്യം പിടികൂടിയ 2 പേരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത മലയാളിയിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പിടിയിലായ ഡേവിഡ് എൻഡമി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയും ഹറ്റ്ക ഹരുണ BBA വിദ്യാർത്ഥിയുമാണ്. കുക്ക് ചെയ്യുന്നൊരു സോഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ അത് ഫൈനാൻസ് ചെയ്യുന്നത്, പിന്നെ ഇതിനിടെ നിൽക്കുന്ന ഇടനിലക്കാരായിട്ടുള്ള ഒരുപാട് പേര്. അപ്പം മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവരെ കൂടുതലായിട്ട് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നോയിഡ ബേസ് ചെയ്തിട്ട് ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഉള്ളതായിട്ടാണ് നമുക്ക് ഇവരുടെ പ്രാഥമികമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയെന്ന് കിട്ടിയ വിവരങ്ങൾ. മയക്കുമരുന്ന് സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത്. നോയിഡയിൽ നിന്നാണ് ഇവർ മയക്കുമരുന്ന് എത്തിക്കുന്നതെന്ന് പോലീസിന് വിവരം ലഭിച്ചു. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നടന്നത് കോടികളുടെ ട്രാൻസാക്ഷനുകളാണെന്ന് പോലീസ് പറയുന്നു. പ്രതികളുടെ മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആഡംബര ജീവിതം നയിച്ചിരുന്ന ഇരുവരും പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്. പ്രതികളെ ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കും. 24 കോഴിക്കോട്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം വിതുര മാങ്കാലിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. കാട്ടാനയുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അതിന്റെ വഴി വിവരങ്ങളുമായി സലിം മാലിക്കാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. സലിം, സ്ഥിരമായി ഇവിടെ വന്യജീവി ആക്രമണമുള്ള പ്രദേശമാണോ? എപ്പോഴാണ് ഈ കാട്ടാന ഇവിടെ കണ്ടത്? വിവരങ്ങൾ എങ്ങനെയാണ്? കവിത, ഈ മേഖലയിൽ സ്ഥിരമായി കഴിഞ്ഞ കുറച്ചു നാളുകളായി സ്ഥിരമായി കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പോഴുണ്ടായ ഈ സംഭവം ഇന്ന് രാത്രി 8 മണിയോടുകൂടിയാണ് ഈ പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയത്. വിതുര, മാങ്കാല എന്നീ ഭാഗങ്ങൾക്കിടയിലാണ് കാട്ടാന ഭീതി വിതച്ചത്. ഇന്നലെയും സമാനമായി ഈയിടങ്ങളിൽ കാട്ടാനയുടെ ശല്യം ഉണ്ടായിരുന്നത്. ഇന്നലെ ഉണ്ടായിരുന്നത് വിതുര, മണലി, മണിതൂക്കി എന്ന പ്രദേശങ്ങളിലും ഒപ്പം തന്നെ ആ പ്രദേശത്ത് തന്നെയുള്ള കുണ്ടയം എന്ന പ്രദേശത്തും ഉള്ള ഈ കാട്ടാന ഇറങ്ങുന്ന സംഭവം ഉണ്ടായി. അതിനുശേഷം മതിൽ ചാടി ഉൾപ്പെടെ ഈ കാട്ടാന പോകുന്നത് ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനും കഴിയും. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് ഈ മാങ്കാല പ്രദേശത്ത് കൂടി കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ കാട്ടാനയുടെ ശല്യം ഭീകരമാണ് എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. 2 ആഴ്ച മുൻപ് വിതുര കല്ലാറിൽ LPS സ്കൂളിന്റെ മതില് തകർത്ത് അവിടെയുള്ള മരങ്ങളൊക്കെ പുഴുതിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അപ്പോഴും വനം വകുപ്പിൽ ഇവർ പരാതി പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആക്ഷേപം. എന്തായാലും ഇപ്പോൾ ഈ പ്രദേശത്തിറങ്ങിയ കാട്ടാന അല്പസമയം മുൻപ് വനത്തിൽ കയറിയിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസത്തിലാണ് നാട്ടുകാർ. പ്രവിത. മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഉപദേശത്തിന്റെ പേരിലോ ചെറിയ ശിക്ഷ നൽകുന്നതിന്റെ പേരിലോ അധ്യാപകർ കേസ് നേരിടേണ്ടി വരരുതെന്ന് ഹൈക്കോടതി. അധ്യാപകനെതിരെ സ്കൂളിൽ പരാതി ലഭിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ 14 ദിവസത്തിനുള്ളിൽ പ്രാഥമിക അന്വേഷണം നടത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഏത് സാഹചര്യത്തിലാണ് കോടതിയുടെ നിരീക്ഷണം? ഈ ലഹരി വസ്തുക്കളൊക്കെ ബാഗിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കുന്നതിനും ഈ വിദ്യാർത്ഥികൾ തമ്മിലടിച്ചാൽ അവരെ
ഒരു കമ്പെടുത്ത് ഒന്ന് തല്ലുകയോ അല്ലെങ്കിൽ ഒന്ന് ശിക്ഷിക്കുകയോ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ക്രിമിനൽ കേസ് എടുക്കുന്ന കുറ്റമായി മാറിയിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോടതിയിൽ നിന്നും ഇങ്ങനെയൊരു വിമർശനം കൂടി വരുന്നത്. ചെറിയ സംഭവങ്ങളുടെ പേരിൽ അധ്യാപകർ കേസ് നേരിടേണ്ടി വരരുത് എന്ന് കോടതി പറയുന്നു. ഉപദേശിച്ചതിൻ്റെ പേരിലോ ചെറിയ ശിക്ഷ നൽകിയതിൻ്റെ പേരിലോ അധ്യാപകർ കേസിൽ പ്രതികളാകരുത് എന്നാണ് കോടതി പറയുന്നത്. വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് അധ്യാപകനെതിരെ സ്കൂളിൽ പരാതി ലഭിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ 14 ദിവസത്തിനുള്ളിൽ പ്രാഥമിക അന്വേഷണം നടത്തണം, ശേഷമേ കേസിലേക്ക് പോകാവൂ. അധ്യാപകർ നൽകുന്ന ചെറിയ ശിക്ഷകൾക്ക് പോലും ക്രിമിനൽ കേസ് എടുക്കുന്നതിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ തന്റെ മകനെ അധ്യാപകൻ വടികൊണ്ട് തല്ലി എന്ന് ചൂണ്ടിക്കാട്ടി പിതാവ് നൽകിയ ഹർജിയിൽ വിഴിഞ്ഞം പോലീസ് നേരത്തെ ക്രിമിനൽ കേസ് എടുത്തിരുന്നു. കേസിൽ അധ്യാപകന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് നിർണായക നിരീക്ഷണങ്ങൾ ഉണ്ടായത്. വിദ്യാർത്ഥികളുടെ സ്വഭാവവും അച്ചടക്കവും മറ്റും സംബന്ധിച്ച് എന്തെങ്കിലും നടപടിയെടുക്കാൻ അധ്യാപകർ ഭയപ്പെടുകയാണെന്നും കോടതി പറഞ്ഞു. ശ്രദ്ധേയമായ നിരീക്ഷണം, അധ്യാപകർക്ക് സംരക്ഷണം നൽകുന്ന കോടതിയുടെ തീരുമാനം. ശരി, സമീപകാലത്ത് ലഹരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഇത്തരത്തിലൊരു നിർദ്ദേശം ഇപ്പോൾ പുറത്തുവരുന്നത്. ഉപദേശിച്ചതിന്റെ പേരിലോ ചെറിയ ശിക്ഷ നൽകുന്നതിന്റെ പേരിലോ അധ്യാപകർ കേസ് നേരിടേണ്ടി വരരുത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതോടെ 5990 കോടി രൂപ കൂടി അധികം കടമെടുക്കാൻ കേരളം. അടുത്ത ചൊവ്വാഴ്ചയോടെ കടമെടുക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഈ മാസം 12,000 കോടി രൂപ വായ്പയെടുക്കാനാണ് അനുമതി തേടിയത്. ഡൽഹിയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കേരളത്തിന് അധിക തുക കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയത്. വൈദ്യുതി മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതിന് 6250 കോടിയും പങ്കാളിത്ത പെൻഷൻ പദ്ധതി തുടരുന്നതടക്കം കണക്കിലെടുത്ത് 6000 കോടിയും കടമെടുക്കാനായിരുന്നു അനുമതി തേടിയത്. എന്നാൽ 5990 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകുകയായിരുന്നു. സാധാരണ ഒരു മാസം ശരാശരി 15000 കോടി രൂപയാണ് ചെലവുകൾക്കായി സംസ്ഥാന സർക്കാരിന് വേണ്ടത്. എന്നാൽ സാമ്പത്തിക വർഷത്തെ അവസാന മാസം ആയതിനാൽ ഈ മാസം മാത്രം 25,000 കോടി രൂപയുടെയെങ്കിലും ബില്ലുകൾ പാസാക്കി പണം നൽകേണ്ടതുണ്ട്. നടപ്പു സാമ്പത്തിക വർഷത്തെ മാത്രം കേരളത്തിൻ്റെ ആകെ കടമെടുപ്പ് 42,000 കോടി രൂപയോളം ആയിട്ടുണ്ട്. അതേസമയം സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ കടമെടുപ്പിനുള്ള അനുമതി ലഭിച്ചത് സർക്കാരിന് ഏറെ ആശ്വാസകരമാണ്. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. കോട്ടയം തിരുവാർപ്പൽ നെല്ല് സംഭരണം പ്രതിസന്ധിയിൽ. സംഭരിക്കുന്ന നെല്ലിന് മില്ലുകൾ കിഴിവ് ആവശ്യപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം. സ്ഥലത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശനം നടത്തി. അതിനിടെ നെല്ല് സംഭരണത്തിന് 353 കോടി രൂപ സർക്കാർ അനുവദിച്ചു. തിരുവാർപ്പ് മലരിക്കൽ ഭാഗത്തെ നെൽകർഷകരാണ് മില്ലുടമകളുടെ സമ്മർദ്ദത്തിൽ വഴിമുട്ടി നിൽക്കുന്നത്. 14 ദിവസം കഴിഞ്ഞിട്ടും കൊയ്തിട്ട് നെല്ല് സംഭരിക്കാൻ മില്ലുകൾ തയ്യാറായിട്ടില്ല. നെല്ലിന്റെ ഗുണനിലവാരം കൊണ്ടുതന്നെ ഇതുവരെ കിഴിവ് നൽകാത്ത പാടശേഖരമാണിത്. എന്നാൽ 3 മുതൽ 5 വരെ കിഴിവ് നൽകണമെന്നാണ് ഇപ്പോൾ മില്ലുടമകൾ ആവശ്യപ്പെടുന്നത്. 14ാമത്തെ ദിവസമായി നെല്ല് 2 പ്രാവശ്യം ഇത് മറിച്ചിടുന്ന ഒരാൾക്ക് 1000 രൂപ കൂലിയാ. 4-5 മണിക്കൂറേ പണിയത്തുള്ളൂ. ഇത്രയും നെല്ലൊക്കെ മറിക്കണമെങ്കിൽ എത്ര ആളുകൾ വേണം? ഈ മാസം 3-നാണ് വിളവെടുപ്പ് ആരംഭിച്ചത്. 1800 ഏക്കർ പാടശേഖരത്ത് 25 യന്ത്രങ്ങൾ കൊയ്യുന്നുണ്ട്. നിലവിൽ 400 ഏക്കറിലെ വിളവെടുപ്പ് പൂർത്തിയായി. ബാക്കിയുള്ള പാടശേഖരത്തിൽ നെല്ല് കൊയ്യാനുള്ളപ്പോഴാണ് മില്ലുടമകളുടെ സമ്മർദ്ദം. അപ്രതീക്ഷിത വേനൽമഴ പെയ്യുന്ന സാഹചര്യത്തിൽ കൊയ്തുകൂട്ടിയ നെല്ല് നനഞ്ഞ് നശിക്കാൻ സാധ്യതയുണ്ട്. കിഴിവ് നൽകുന്നതിലെ തർക്കം പരിഹരിക്കാതെ വന്നാൽ ജില്ലയിലെ ഏറ്റവും മികച്ച നെല്ല് നശിക്കുന്ന സ്ഥിതി ഉണ്ടാകും. ഈ അന്നം ഉണ്ടാക്കുന്നത് ഇവരുണ്ടാക്കിയില്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ്? ഇതിന് കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു കൊടുത്ത തുക പോലും ഇവർക്ക് കൊടുത്തില്ല. അറിയാലോ, കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് കൊടുത്തില്ല. ഇതിനിടെ നെല്ല് സംഭരണത്തിന് 353 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് തുക അനുവദിച്ചത്. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ താങ്ങുവില സഹായ കുടിശ്ശിക അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാനം അടിയന്തരമായി തുക അനുവദിച്ചത്. ജില്ലാ കളക്ടറുമായി കർഷകർ ചർച്ച നടത്തിയിട്ടും യാതൊരു പ്രയോജനവും കിഴിവിന്റെ കാര്യത്തിൽ ഉണ്ടായില്ല. എന്തായാലും ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം വേണമെന്ന് തന്നെയാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കോട്ടയത്ത് നിന്ന് ജിത്തുവിനൊപ്പം ടോബി ജോൺസൺ, 24. INTUC പ്രാദേശിക നേതാവിനെതിരെ പീഡന ശ്രമത്തിന് കേസെടുത്തു. കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയിലാണ് INTUC നാദാപുരം റീജിയണൽ പ്രസിഡന്റ് KTK അശോകനെതിരെ കേസെടുത്തത്.
പരാതിക്കാരിയുടെ മകന്റെ കേസുമായി ബന്ധപ്പെട്ട് പലതവണയായി KTK അശോകൻ 6,70,000 രൂപ വാങ്ങിയെന്നാണ് പരാതിയിലുള്ളത്. ഇത് ചോദിച്ച് അശോകന്റെ വീട്ടിലെത്തിയപ്പോഴാണ് പീഡനശ്രമം. വീട്ടിലെത്തിയാൽ പണം നൽകാമെന്ന് പറഞ്ഞ് പരാതിക്കാരിയെ അശോകൻ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നും പറയുന്നു. ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന യുവതി. ഇനി എൻ്റെ വീട്ടിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. വന്ന് 6 മണിക്ക് 6 മണി അങ്ങനെ ആകുമ്പോൾ ഞാൻ വീട്ടിലുണ്ടാവും. അതിനുശേഷം എനിക്ക് പുറത്ത് പോകേണ്ടതുണ്ട്. വീട്ടിൽ അമ്മ ഉണ്ട് എന്നുള്ള മറ്റേ അയാൾ. അപ്പം ഞാൻ വെച്ച് പൈസേൻ്റെ കാര്യമല്ല, എന്തായാലും വേറെ ഒരു വഴിക്കും നടക്കുന്നില്ലല്ലോ, നേരിട്ട് പറഞ്ഞാൽ തീരുന്നൊരു വിഷയമല്ല എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പോയപ്പോൾ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇയാൾ നമുക്ക് ഹാളിലിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഉള്ളിൽ പോയി ഉള്ളിൽ കാര്യലും ഇയാളുടെ സ്വഭാവം നേരെ മാറിയിട്ടുള്ളത്. എന്നെ കാരി പിടിച്ച് ബലമായിട്ട് തന്നെ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. തിങ്കളാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. നാദാപുരം ഡിവൈഎസ്പിക്കാണ് പരാതി നൽകിയത്. അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തെ കാര്യങ്ങൾ അറിയിച്ചിട്ടും ഇടപെട്ടില്ല എന്ന പരാതിയും യുവതിക്കുണ്ട്. എന്നാൽ സംഭവം അറിഞ്ഞിരുന്നില്ലെന്നും അന്വേഷിക്കുമെന്നും DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ പ്രതികരിച്ചു. 24 കോഴിക്കോട്. ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിൽ അഭിപ്രായ സമന്വയം വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനങ്ങളുടെ സീറ്റുകളിൽ നിലവിലുള്ള ആനുപാതിക വിഹിതത്തിൽ കുറവ് വരാതെ വേണം പുനർനിർണയം നടത്തേണ്ടത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മണ്ഡല പുനർനിർണയത്തിനെതിരെ ചെന്നൈയിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ ചേരുന്ന സമ്മേളനത്തിലേക്ക് DMK നേതാക്കളെത്തി പിണറായി വിജയനെ ക്ഷണിച്ചു. ജനസംഖ്യാടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡലം പുനർനിർണയിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധമുയരുന്നതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ നയം വ്യക്തമാക്കിയത്. കുടുംബാസൂത്രണ നയങ്ങൾക്കനുസൃതമായി ജനസംഖ്യ കുറച്ചുകൊണ്ടുവന്ന സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിൽ ആനുപാതിക പ്രാതിനിധ്യത്തിൽ കുറവ് വരുത്തുന്നത് അനീതിയാണ്. ഇതിലെല്ലാം വീഴ്ച വരുത്തിയ സംസ്ഥാനങ്ങൾക്ക് പാരിതോഷികം നൽകുന്നതിന് തുല്യമാകും സീറ്റ് വർധനവെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രോറേറ്റ അടിസ്ഥാനത്തിൽ അധിക മണ്ഡലങ്ങൾ ലഭിക്കുമെന്ന കേന്ദ്ര സർക്കാർ വാദങ്ങൾ മുഖവിലക്കെടുക്കാനാകില്ല. ഏകപക്ഷീയമായ നടപടികൾ ഒഴിവാക്കി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മണ്ഡല പുനർനിർണയത്തിനെതിരെ ചെന്നൈയിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ ചേരുന്ന സമ്മേളനത്തിലേക്ക് DMK നേതാക്കളെത്തി പിണറായി വിജയനെ ക്ഷണിച്ചു. തിരുവനന്തപുരത്തെത്തിയ തമിഴ്നാട് IT മന്ത്രി പഴനിവേൽ ത്യാഗരാജനും തമിഴച്ചി തങ്കപാണ്ഡ്യൻ MP-യുമാണ് സ്റ്റാലിന്റെ ക്ഷണക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ഈ മാസം 22-ന് നടക്കുന്ന സമ്മേളനത്തിൽ ദക്ഷിണേന്ത്യയിലെ പ്രധാന നേതാക്കളെ അണിനിരത്താനാണ് സ്റ്റാലിന്റെ നീക്കം. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. കേന്ദ്രവിഹിതം നഷ്ടമായാലും ത്രിഭാഷാ നയം നടപ്പാക്കില്ലെന്ന് തമിഴ്നാട് സർക്കാർ. 2000 കോടി നഷ്ടമായാലും ആത്മാഭിമാനം പണയപ്പെടുത്തില്ലെന്ന് ബജറ്റ് അവതരിപ്പിച്ച് തമിഴ്നാട് ധനമന്ത്രി തങ്കം തെന്നരസെ പറഞ്ഞു. ഭാഷാപോര് രൂക്ഷമായിരിക്കെ തമിഴ്നാട് പ്രചാരണത്തിനായി നിരവധി പദ്ധതികളും ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചു. ഹിന്ദി വിരുദ്ധ സമരം ആളിപ്പടരുന്നതിനിടെ അവതരിപ്പിച്ച ബജറ്റിൽ തമിഴിനെ പരിപോഷിപ്പിക്കാൻ നിരവധി പ്രഖ്യാപനങ്ങളുണ്ടായി. തമിഴ് താളിയോര ഗ്രന്ഥങ്ങൾ ഡിജിറ്റൽ വൽക്കരിച്ച് പ്രചരിപ്പിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം തമിഴ് ബുക്ക് ഫെയർ വ്യാപിപ്പിക്കും. ദുബൈയിലും സിംഗപ്പൂരിലുമടക്കം ബുക്ക് ഫെയർ നടത്താൻ ആലോചിക്കുന്നതായും ധനമന്ത്രി തങ്കം തെന്നരസ് പറഞ്ഞു. വിദേശത്തുള്ള കുട്ടികളെ തമിഴ് ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ലോക തമിഴ് ഒളിമ്പ്യാഡ് നടത്താനും തീരുമാനമായി. ഇതിനായി 1 കോടി രൂപ നൽകും. മധുരയിൽ ഭാഷാ മ്യൂസിയം സ്ഥാപിക്കും. ഓരോ വർഷവും 100 മികച്ച തമിഴ് കൃതികൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്യും. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പാഠപുസ്തകങ്ങൾ തമിഴിലേക്ക് മൊഴിമാറ്റുമെന്നടക്കമുള്ള പ്രഖ്യാപനങ്ങളുണ്ടായി. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുന്ന ഫണ്ടിന് പകരം സംസ്ഥാനം തുക കണ്ടെത്തുമെന്നും ധനമന്ത്രി പറഞ്ഞു. രാമേശ്വരത്ത് പുതിയ വിമാനത്താവളം നിർമ്മിക്കും. പരന്തൂർ വിമാനത്താവള പദ്ധതിയിൽ നിന്നും പിന്നോട്ടില്ലെന്ന പ്രഖ്യാപനവും ബജറ്റ് പ്രസംഗത്തിലുണ്ടായി. കടലാസിലൊതുങ്ങുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലെന്ന് AIADMKയും BJPയും വിമർശിച്ചു. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. എറണാകുളം പള്ളുരുത്തിയിൽ മദ്യലഹരിയിൽ യുവാവിന്റെ പരാക്രമം. മദ്യലഹരിയിൽ യുവാവ് നടുറോഡിൽ വാഹനങ്ങൾ തടഞ്ഞു. റോഡിലൂടെ പോയ വാഹനങ്ങൾക്ക് നേരെ ഇഷ്ടികയെറിയുകയും ചെയ്തു. നാട്ടുകാർ ഇടപെട്ടാണ് യുവാവിനെ റോഡിൽ നിന്ന് മാറ്റിയത്. ഇതോടെ 24 റൗണ്ട് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.